കണ്ണൂർ ട്രെയിൻ തീവെപ്പ് കേസിന് പിന്നിൽ ഭീകരവാദ ബന്ധമോ? ഈ ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് എൻഐഎയും മറ്റ് ദേശീയ അന്വേഷണ ഏജൻസികളും. അതുകൊണ്ട് തന്നെ ഈ കേസിൽ സമാന്തര റിപ്പോർട്ട് തയ്യാറാക്കാൻ എൻഐഎയും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ തീവ്രവാദ ബന്ധം സ്ഥിരീകരിച്ചതിനാൽ അതേ ഗൗരവത്തോടുകൂടി തന്നെയാണ് ഈ കേസിനെയും സമാനമായ സ്വഭാവമുള്ള ഈ കേസിനെയും എൻഐഎയും മറ്റ് ഏജൻസികളും നോക്കിക്കാണുന്നത്. കേരളത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത വിധത്തിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ കോഴിക്കോട് എലത്തൂരിൽ വെച്ച് തീവെച്ച് 3 പേരുടെ ജീവൻ അപഹരിച്ച സംഭവം മലയാളികളുടെ മനസ്സിൽ നിന്ന് മായുന്നതിന് മുമ്പാണ് അതേ ട്രെയിനിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ഇന്ന് പുലർച്ചെ വീണ്ടും തീപിടുത്തമുണ്ടായിരിക്കുന്നത്. തീ വെച്ചതാണോ, എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ അന്വേഷണ ഏജൻസികൾ വിശദമായ അന്വേഷണം തുടരുമ്പോഴും വലിയ വെല്ലുവിളികളിലേക്ക് തന്നെയാണ് ഈ ഒരു സംഭവം വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരള പോലീസ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ കൈമാറുന്നതിന് മുമ്പ് തന്നെ എൻഐഎ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ സമാന്തര അന്വേഷണവുമായി മണിക്കൂറുകൾക്കകം രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായതും ഇന്ത്യൻ റെയിൽവേയുടെ ദക്ഷിണ വിഭാഗത്തിൻ്റെ ഇന്റലിജൻസ് വിഭാഗം കൈമാറിയ വിവരങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ദേശീയ അന്വേഷണ ഏജൻസി പ്രാഥമികമായ വിവരശേഖരണം കേസുമായി ബന്ധപ്പെട്ട് നടത്തിയത്. അതിനു മുൻപ് തന്നെ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥർ അടക്കം സംഭവ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു. എന്തായാലും ദേശീയ ഏജൻസികളെ ഉദ്ധരിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന സൂചനകൾ പ്രകാരം ട്രെയിൻ തീവെപ്പ് സംഭവം വീണ്ടും ആവർത്തിക്കപ്പെട്ടത് അട്ടിമറി സാധ്യതയാണ് എന്ന ഒരു നിഗമനം RPF രാവിലെ തന്നെ പങ്കുവച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ കസ്റ്റഡിയിലുള്ളയാൾ അന്വേഷണ സംഘത്തിന്, പ്രത്യേക അന്വേഷണ സംഘത്തിന് അതുമായി ബന്ധപ്പെട്ട കുറ്റം താൻ ചെയ്തത് താൻ തന്നെയാണ് എന്ന് സമ്മതിച്ചിട്ടുണ്ടെങ്കിലും ആ മോട്ടീവ് എന്താണ് എന്ന് പ്രതി നൽകിയ വിവരങ്ങൾക്കപ്പുറത്തേക്ക് വസ്തുനിഷ്ഠമായ തെളിവുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം സമാന്തരമായി ദേശീയ അന്വേഷണ ഏജൻസി അടക്കം നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. അതായത് സംസ്ഥാനത്ത് ഇത് തുടർച്ചയായി 2ാം തവണയാണ് 2 മാസത്തെ ഇടവേളയ്ക്കുള്ളിൽ ഒരേ ട്രെയിനിൽ തീവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പ്രാഥമികമായ അന്വേഷണത്തിൽ ലഭ്യമായ വിവരങ്ങൾ അത് സംസ്ഥാന പോലീസ് കൃത്യമായി തന്നെ ദേശീയ അന്വേഷണ ഏജൻസിക്ക് അടക്കം കൈമാറും. അതിനുശേഷമായിരിക്കും ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇയാൾ നൽകിയിരിക്കുന്ന കുറ്റസമ്മത മൊഴിയിലെ കാര്യങ്ങൾ അത് മാത്രമായിരുന്നോ മോട്ടീവ്, പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനമാണോ, അതോ അതിനപ്പുറത്തേക്ക് കൃത്യമായി ആസൂത്രണത്തോടെ നടത്തിയ ഒരു ആക്രമണമാണോ ഈ ട്രെയിനിലെ തീവെപ്പ് എന്നതടക്കമുള്ള കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ പ്രാഥമികമായ അന്വേഷണം പൂർത്തിയായ ശേഷം മാത്രമേ എന്താണ് ഈ സംഭവത്തിലേക്ക് നയിച്ചത് എന്നതിൻ്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാകുകയുള്ളൂ.